നമ്മൾ ഇന്നുള്ളത് പാണിയേലി പോരിലാണ്. എറണാകുളം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലി പോര്. ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് പോര് സ്ഥിതി ചെയ്യുന്നത്. പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാർ നദിയും അതിലെ ചെറിയ തുരുത്തുകളും വെള്ളച്ചാട്ടവും ഒക്കെ നിറഞ്ഞതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കേരളത്തിലെ ടൂറിസം മാപ്പിൽ പാണിയേലി പോരിന് ഇതുവരെ സ്ഥാനം നൽകിയിട്ടില്ല. എങ്കിലും നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ഇവിടം അപകടം നിറഞ്ഞതാണ്. ജലം നിരന്തരം ഒഴുകുന്നതിനാൽ പാറക്കെട്ടുകളിൽ ശക്തമായ വഴുവഴുപ്പും പ്രദേശത്ത് വർദ്ധിച്ച അടിയൊഴുക്കുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. വലിയ പാറകളിൽ തുരന്നതുപോലുള്ള ഗർത്തങ്ങൾ പുറമേ പലപ്പോഴും ദൃശ്യമാകുന്നില്ല. ഇവിടെയും സമീപത്തുമായി ഏകദേശം 90-ലധികം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നറിയിപ്പില്ലാതെ പലപ്പോഴും ഭൂഗത്താങ്കെട്ട് അണക്കെട്ട് തുറന്നു വിടുന്നതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് കുറുപ്പമ്പടി, മനക്കപ്പടി, വേങ്ങൂർ, കൊമ്പനാട്, ക്രാരിയേലി, തെക്കേക്കവല എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പാണിയേലിയിൽ എത്തിച്ചേരാം. വനം വകുപ്പിന്റെ കൗണ്ടറിൽ നിന്ന് പാസ് മൂലമാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. സമീപത്തായുള്ള വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് വരെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനം. കോതമംഗലത്ത് നിന്നും ഓടക്കാലിയിൽ നിന്ന് തിരിഞ്ഞ് ഓടക്കാലി കവലയിലൂടെ മേക്കപ്പാല ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് പാണിയേലി പോരിൽ എത്തിച്ചേരാവുന്നതാണ്. പാണിയേലി പോരിന്റെ ഒരു ആകർഷണമാണ് അവിടെയുള്ള കല്ലാടി കുഴികൾ. ശക്തമായ ഒഴുക്കിൽ പാറയുടെ മുകളിൽ പെട്ടുപോകുന്ന വലിയ കല്ലുകൾ തിരിഞ്ഞ് കുഴി രൂപപ്പെടുകയും പിന്നീട് അതിനകത്ത് പെട്ടുപോകുന്ന കല്ലുകൾ അതിനകത്ത് കിടന്നാടി കുഴി വലുതാവുകയും ചെയ്യുന്നു. വനം വകുപ്പിന്റെ മലയാറ്റൂർ ഡിവിഷനിലെ കോട്ടപ്പാറ വനാതിർത്തി പ്രദേശമാണ് പ്രകൃതിരമണീയമായ ഈ പാണിയേലി പോര്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശനം. എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ ടിക്കറ്റും അതുപോലെ 10 രൂപ ബൈക്ക് പാർക്കിംഗ് ഫീ ആയിട്ട് വാങ്ങിച്ചു. പാണിയേലി പോര് വനസംരക്ഷണ സമിതിയുടെ കീഴിൽ വനപാലകരും പ്രദേശവാസികളും ഉൾപ്പെടുന്ന 15 ഗാർഡുമാരുടെ സേവനം ഇവിടെയുണ്ട്. പ്രവേശന കവാടത്തിൽ നിന്ന് പുഴയോരത്ത് കൂടി 1 കിലോമീറ്ററോളം സന്ദർശകർക്ക് നടന്ന് കാണാം. ഊഞ്ഞാലുകളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വനവിഭവങ്ങൾ ലഭിക്കുന്ന വനശ്രീ ഇക്കോ ഷോപ്പും പ്രവർത്തിക്കുന്നു. മലയാളത്തിൽ പോര് എന്നാൽ യുദ്ധം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ പെരിയാറിന്റെ 3 പോഷക നദികൾ ഒന്നിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തിന് അങ്ങനെ പേരിട്ടു. വനത്തിന്റെ ടൂറിസം സാധ്യതകൾ മികച്ചതാക്കുന്നതിനാണ് വനം വകുപ്പ് വനസംരക്ഷണ സമിതി VSS അതുവരെ ചേർന്ന് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഈ സ്ഥലത്തെ പരിസ്ഥിതി സൗഹൃദമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ അനധികൃത മദ്യനിർമ്മാണവും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ വ്യാപകമായിരുന്നു. പക്ഷേ VSSന്റെ സഹായത്തോടെ ഇവിടെ ഒരു തിരുത്തൽ സംവിധാനം ഏർപ്പെടുത്തി. ഇപ്പോൾ പാണിയേലി പോര് ഒരു ടൂറിസം കേന്ദ്രമായി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 20 വർഷം മുമ്പ് ഞാൻ ഈ പാണിയേലി പോരിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് വന്നത്. അന്ന് ഇതുപോലുള്ള വികസനം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഏതുകൊണ്ട് ഒരു 1-2 വീട്ടുകാർ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പയ്യനെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ, അതായത് ഒഴുക്കൊക്കെ കാണാനും കുളിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്. ആ പയ്യനാണ് നമ്മളെ സഹായിച്ചത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല ആ യാത്ര. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സി ലാംഗ്വേജ് സിന്റെ ടെസ്റ്റ് പേപ്പറിൻ്റെ അന്നാണ് എന്നെ കോളേജിൽ വന്ന് എൻ്റെ കസിൻസ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ അങ്ങനെ ആ ക്ലാസ് ടെസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് ഉണ്ടായത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താ, ആ കൊല്ലം ആ സബ്ജക്റ്റ് എനിക്ക് സപ്ലി കിട്ടി. നമ്മൾക്ക് കുറുകെ നടന്നു പോകാൻ വേണ്ടി ചെറിയ പാലങ്ങൾ, അതായത് മുള വെച്ചുണ്ടാക്കിയ പാലങ്ങൾ അവിടെ ഇവിടെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാൻ ഷൂസ് ഇട്ടാ വന്നേക്കണത്. പരമാവധി ഷൂസ് നനയ്ക്കാതെ നോക്കും. ഒന്നാമത് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതൊന്നും, പ്രത്യേകിച്ച് ഇതുപോലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. ഇതാ ഞാൻ പറഞ്ഞ മുളയുടെ പാലം. ഇതൊക്കെ സേഫ് ആണോ? നേരെ ഒടിഞ്ഞ് താഴെ കിടക്കുവാവോ? എല്ലാവരും ക്രോസ് ചെയ്യുന്നുണ്ട്. 2 അടയ്ക്കാമരാന്ന് തോന്നുന്നു 2 സൈഡിൽ. പിന്നെ മുള പകുതി വെച്ച് മുള ഇങ്ങനെ വെച്ച് കൂട്ടിക്കെട്ടിയൊരു പാലം. അവിടെ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. വേലിയല്ല, കയറ് വെച്ചിട്ട് അതിൽ കൊടിയൊക്കെ നാട്ടിയിട്ടുണ്ട്. അവിടം വരെ നമുക്ക് പോകാം. അതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. കാരണം അതിനപ്പുറത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്.
ഇങ്ങനെ നമുക്ക് ഇതുപോലെ മുള വഴിയുള്ള ചെറിയ പാലങ്ങൾ കയറി അവർ ആരോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കയറി 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 ആ അറ്റം വരെ പോവാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒന്നൊന്നര ഒഴുക്കാണ്. വലിയ ക്രൗഡ് ഇല്ലെങ്കിലും അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളാണ് വളരെ അപകടം പിടിച്ച സ്ഥലം. അങ്ങോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പാടില്ല. തൊട്ടടുത്ത് തന്നെ ഗാർഡ്സ് ഇരിപ്പുണ്ട്. അവർ വിസിലടിക്കുന്നുണ്ട്. നമ്മളെങ്ങാനും ഇത് കടന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിധി കടന്ന് പോയാൽ, കാരണം വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. കണ്ടോ, ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടോ? അപ്പൊ ആന വരുന്ന സ്ഥലം തന്നെയാണ്. ബോർഡൊക്കെ കണ്ടായിരുന്നല്ലോ. വൈകുന്നേരം ആകുന്നതോടുകൂടി ഒഴുക്കിന്റെ ശക്തി കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും തിരിച്ചു പോയേക്കാം. വെയിലെ കൊണ്ട് ശരിക്കും തളർന്നു. ലഞ്ചും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോയി പെരുമ്പാവൂർ എവിടെയെങ്കിലും ചെന്ന് ലഞ്ച് കഴിക്കണം. സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞു. 4:30 4:45. വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ പാണിയേലി പോരിൽ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.